കൃഷി നമുക്കൊരു ജോലി മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വിശാല ഭൂമികയാണ്. മലയാളി മറ്റെന്തിനേക്കാളും നെല്ലിനെ സ്നേഹിക്കുന്നവരാണ്. ഭക്ഷണമെന്നാൽ നമുക്ക് ചോറാണ്. എത്ര ഘട്ടങ്ങൾ പിന്നിട്ടാണ് നാം നട്ട ഞാറ് ചോറായി മാറുന്നത്. ഞാറ് നട്ട് കള പറിച്ച് കാള പൂട്ടി കൊയ്തെടുത്ത് മെതി കഴിഞ്ഞ് നെൽ പുഴുങ്ങി നെല്ലുണക്കി കുത്തി അരിയെടുത്തു. ആ അരി വെന്ത് ചോറാകുന്നു. എത്ര വിസ്മയകരമായ പരിണാമ വഴികൾ! Kerala's first work near home facility to be opened in Kottarakara. The project is being implemented in cooperation with the Technopark and Cyber Park. Jonath Elvin from Wayanad has won Karshakasri Award 2025-26. News for more details, let's move with cameraman Anton. Could you please explain the secret of achievement? I am using traditional method for concentration, where the land is first to fail. Used for concentration. So the same. This transplantation. Transplantation means transplanting the seedlings into the main field. Another weeds are trapped and pesticides are sprayed. The last step is harvesting and dressing. Children, what did you see first? Do you enjoy? Did you enjoy? Yes. What did you see first? And now can you tell me what is the theme of our assembly? എന്താ നമ്മുടെ അസംബ്ലിയുടെ തീം എന്താ? ആരാ കമേഴ്സ് വന്നു? പിന്നെ കമേഴ്സ് വന്നിട്ട് എന്തൊക്കെ ചെയ്തു അല്ലേ? എന്തൊക്കെ ചെയ്തേ? What did you see first? Jonath Elvin from Wayanad has won Karshakasri Award for 2025-26. Jonathine Karshakasri Award കിട്ടി. Children, do you know what is Karshakasri Award? എന്താ Karshakasri Award? It is an award for the best farmer. ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡാണ് എന്ത്? കർഷകശ്രീ അവാർഡ്.
ജോനാഥന്റെ ജോനാഥൻ നോക്കി കർഷകശ്രീ അവാർഡ് കിട്ടണേണ്ട. ഇഷ്ടായോ ജോനാഥനെ കർഷകശ്രീ അവാർഡ് കിട്ടിയപ്പോ നിങ്ങൾക്ക്? ഇഷ്ടായോ? ഓക്കെ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. Have you ever seen a paddy field? Paddy field കണ്ടിട്ടുണ്ടോ? നെൽപ്പാടം കണ്ടിട്ടുണ്ടോ നിങ്ങള്? എവിടെ കണ്ടങ്ങനെ? വീടിന്റെ അടുത്തുണ്ടോ നെൽപ്പാടം? ഇല്ലേ? ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും യാത്ര പോകുമ്പോഴേ ബസ്സിലോ കാറിലോ എപ്പോഴും യാത്ര പോകുമ്പോഴേ നെൽപ്പാടങ്ങളോ വയലുകളോ ഒക്കെ കണ്ടു നോക്കാം. Okay, here we saw the stages of paddy cultivation using traditional method. അതായത് പണ്ടത്തെ രീതി വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? കൃഷി ചെയ്തത് അല്ലേ? ഇപ്പൊ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ഒക്കെ എന്താണ്? മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ? First we have to prepare the field. They are grown in a temporary field. അവർ ആദ്യം എന്താ ചെയ്യാ? ഒരു ടെമ്പററി ഫീൽഡിലാണ് അവര് വളരുക. നമ്മൾ സ്കൂളിൽ ചേരുമ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണോ പോണേ? ആണോ? അല്ല, നമ്മൾ എവിടെ പഠിക്കുക? നഴ്സറി അല്ലേ? അതുപോലെ തന്നെ സീഡ്സ് നഴ്സറി അല്ലെങ്കിൽ ടെമ്പററി ഫീൽഡിലാണ് ആദ്യം കൊണ്ടേ വിത്ത് വിതയ്ക്കുക. അവിടുന്ന് when the saplings reach a required growth, they are transplanted to the main field. അതാണ് എന്ത് പറയാ? ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയാം. Do you understand? Okay. Next is എന്താ? Unwanted weeds are plucked and pesticides are മാറ്റണം. വേണ്ടേ? പൊട്ട ചെടികളൊക്കെ നമ്മള് മാറ്റി കളയണം. അത് കഴിഞ്ഞാൽ എന്താ? ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും? ഹാർവെസ്റ്റിംഗ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഹാർവെസ്റ്റിംഗ് ആൻഡ് ത്രഷിംഗ്. നമ്മൾ വീണ്ടും ഇത് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ വെട്ടിയെടുക്കും. അതിനെയാണ് എന്ത് പറയാ? ഹാർവെസ്റ്റിംഗ് എന്ന് പറയും. Do you understand? Then threshing. Threshing എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഗ്രെയിൻസ് മാത്രം സെപ്പറേറ്റ് ചെയ്യണം. Do you understand the stage? മനസ്സിലായോ? Harvesting means collecting the grains from crops by cutting the paddy. The process of separating the rice grains from stalks and husks by beating or trampling is called threshing. Allah
കൊയ്യടി കല്യാണി താഴ്ത്തിക്കൊയ്യടി മാദേവി അത്താഴത്തിനൊരഞ്ചരപ്പ കൊയ്ത് നിറക്കടി ശിങ്കാരി താഴത്തിക്കൊയ്യടി കല്യാണി താഴ്ത്തിക്കൊയ്യടി മാദേവി അത്താഴത്തിനൊരഞ്ചരപ്പറ കൊയ്ത് നിറക്കടി ശിങ്കാരി കളി പറഞ്ഞ് മുറുക്കി ചൊകന്ന് തളകിലുക്ക് കീലെ കീലെ വളകിലുക്ക് ഈ ഇവിടെ ഉണ്ട് ഈ കാണിച്ചതിന്റെ പിക്ചർ എവിടെ ഉണ്ട് എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇത് നോക്കൂ കണ്ടോ ആ സീനറി നോക്കൂ 4 അമ്മച്ചിമാർ നോക്ക് ഞാറ് നടുന്നു ഞാറ് പറിച്ച് ഞാറ് നടുന്നു അവിടെ അപ്പുറത്ത് വെള്ളം ചവിട്ടി പാടത്തേക്ക് വെള്ളം കയറ്റുന്നു കണ്ടോ നിങ്ങളുടെ ഈ പ്രോഗ്രാം തന്നെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലേക്ക് തോന്നുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ കാണുമ്പോഴാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് വളരെ നന്നായിട്ട് നെയ്ത്തുശാല അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കിട്ടി വേണമെങ്കിൽ കാര്യക്രമത്തിൽ കുറേശ്ശെ കുറച്ച് പഠിപ്പിച്ചു പോകാം ഇത് തോന്നുന്നു മാഡം Morning, everybody. Good morning. Good morning. What I want to say is, when we were children, when we don't know anything about this, we were told that പത്തായം വെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഞങ്ങളുണ്ട്. ഇപ്പൊ പത്തായവും ഇല്ല, പത്തായത്തിൽ നെല്ലും ഇല്ല, കുത്താൻ ചക്കിയും ഇല്ല. അപ്പോൾ ടീച്ചേഴ്സ് ലൈക്ക് ദിസ് who tell you how from where rice comes. And I വളരെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. And she has not spared any detail. Nisha Miss has looked into it. Okay. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Nisha, it was wonderful. And I think what I did was the best thing because in the kantappo wonderful. Thank you.